ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ഈവനിങ് കുക്കിംഗ്, സ്നാക്സും പിന്നെ ഡിന്നറും. അപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് അവരുടെ പറമ്പിലുണ്ടായ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കരിയാപ്പിലയുണ്ട്, പിന്നെ 2 ഏത്തപ്പഴമുണ്ട്, ഏത്തയ്ക്ക, പിന്നെ കുറച്ച് പഴം, പിന്നെ ഒരു ചേമ്പ്. അപ്പോൾ അപ്പോൾ എനിക്ക് അന്ന് കരിയാപ്പില തീർന്നിരിക്കുമായിരുന്നു. ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് കരിയാപ്പില കൊണ്ടുവരുന്നത്. അത് തീർന്നു പോയി. പിന്നെ അത്യാവശ്യത്തിന് എൻ്റെ ഒരു ചെടിയിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇതിപ്പോൾ കിട്ടിയത് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ അത് ഞാൻ ഇന്ന് കഴുകി വെച്ചു. എന്നിട്ട് ഈ ഏത്തയ്ക്ക ഫുൾ പഴുത്തിട്ടില്ല, എന്നാൽ ചെറിയൊരു നിറം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് ബജി ഉണ്ടാക്കാമെന്ന് വൈകിട്ടത്തേക്ക് 4 മണിക്കത്തേക്ക്. അപ്പോൾ അതിനായിട്ട് അത് തൊലി ഒന്ന് ചെത്തിയിട്ട് കനം കുറച്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്തു. ഇനിയിപ്പോൾ ബജിക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാനായിട്ട് 1.5 കപ്പ് കടലമാവ്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊഴിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കായവും പിന്നെ ഇച്ചിരി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തു. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ശകലം മുളക് പൊടി ചേർത്തുള്ളൂ. പിന്നെ കുറച്ച് കായവും സോഡാപ്പൊടി പിന്നെ വെള്ളം ചേർത്ത് നല്ല ഒരു ബാറ്ററായിട്ട് എടുക്കാം. ഒത്തിരി കട്ടി കൂടുകയും ചെയ്യരുത്, എന്നാൽ വെള്ളം പോലെ ആവരുത്. ഒരു ദോശമാവിനേക്കാട്ടിലൊക്കെ ഇച്ചിരി കൂടെ കട്ടി, ആ പരുവത്തിലാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക അതിലിട്ട് അങ്ങ് വറുത്തെടുത്തു. പക്ഷേ ഇത് ഞാൻ ഈ ബജി ഉണ്ടാക്കിയിട്ട് അത്രയ്ക്ക് അങ്ങ് ക്രിസ്പി ആയിട്ട് വന്നില്ല. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു, എന്നാലും അത്ര ക്രിസ്പി ആയിട്ട് വന്നില്ല. അപ്പോൾ അതെന്താ, ഞാൻ ഏത്തയ്ക്ക ഇതിലും കനം കുറച്ച് സ്ലൈസ് ചെയ്യണമായിരുന്നോ എന്തോ എനിക്കറിയത്തില്ല. പക്ഷേ വളരെ അങ്ങ് നല്ലൊരു ക്രിസ്പിനെസ് ഇല്ലായിരുന്നു. അതിനി അരിപ്പൊടി ചേർക്കാഞ്ഞിട്ടാണോ എന്നും അറിയത്തില്ല. അങ്ങനെ പിന്നെ ചായയും കൂടെ ഉണ്ടാക്കുക. അങ്ങനെ ചായയും ഏത്തയ്ക്ക ബജിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ചായയൊക്കെ എല്ലാവരും കുടിച്ചു. അപ്പം മോന്, ഞാനിതിന് ചട്നി ഒന്നും വേറെ ഉണ്ടാക്കിയില്ല, അപ്പോൾ സോസ് കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. സോസൊക്കെ കൂട്ടി എല്ലാവരും ഫുള്ള് കഴിച്ച് തീർത്തു. പിന്നെ ഇനിയിപ്പോൾ ഡിന്നറിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പാൽ പൊറോട്ടയും പിന്നെ പനീർ കറിയും പനീർ ബട്ടർ മസാലയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തു, പിന്നെ 1 കപ്പ് ആട്ട എടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ 1 സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതി. പിന്നെ നമ്മളിത് കുഴയ്ക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ്. ഞാനൊരു 3/4 കപ്പ് പാൽ എടുത്തായിരുന്നു. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ 1 മുട്ട. ഇപ്പോൾ മുട്ട ചേർക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി. എന്നിട്ട് ആദ്യം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിരുമ്മി പൊടിക്കകത്ത് ചേർത്തിട്ട് പിന്നെ നമുക്ക് പാല് കുറേശ്ശെ ഒഴിച്ച് നല്ല സോഫ്റ്റ് ഒരു ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കുഴയ്ക്കാനായിട്ട് 1/4 കപ്പ് പാല് വേണ്ടി വന്നു. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നിട്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഒരു നനഞ്ഞ കിച്ചൺ ടവൽ വെച്ച് മൂടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ നല്ല സോഫ്റ്റ് ഒരു മാവ്
ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് കഷ്ണത്തിൻ്റെ ഇഞ്ചിയാണ് എടുത്ത്, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് പട്ട, പിന്നെ 2 ബേ ലീഫ്, അതൊന്ന് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങ് ചേർക്കാം. എന്നിട്ട് അതൊന്ന് നിറം മാറി ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പനീർ ഒന്ന് ക്യൂബാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. വേണമെങ്കിൽ അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നമ്മളിവിടെ 5 മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 10-12 കാഷ്യൂ നട്ട്സ് ചേർക്കാം. എന്നിട്ട് ടൊമാറ്റോയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ചൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ടൊമാറ്റോ നല്ല സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ ബേ ലീഫ് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് ആറിയിട്ട് വേണം നമുക്ക് അരയ്ക്കാൻ. കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്, ഇനി ഇച്ചിരി കൂടെ ആറണം. അപ്പോൾ ഇത് ആറുമ്പോഴത്തേക്ക് നമുക്ക് ആ കരിയാപ്പില ഞാൻ കഴുകി വെച്ചിട്ടില്ലേ, അപ്പോൾ അതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പകുതി ഭാഗം ഞാൻ ഡെയിലി പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് ഒരു പാത്രത്തിൽ കുറച്ചെടുത്തങ്ങ് ഫ്രിഡ്ജിൽ തന്നെ വെക്കും. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് കരിയാപ്പില കിട്ടി. താങ്ക് യു സോ മച്ച് മഞ്ജു. ബാക്കി പിന്നെ തണ്ടേന്ന് ഊരിയിട്ട് ഒരു 2 മിനിറ്റ് മൈക്രോവേവിലൊന്ന് വെക്കും. മൈക്രോവേവിൽ വെക്കുമ്പം അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് മാറി നല്ല കരികരാന്ന് ആകും. അപ്പോൾ അങ്ങനെ അതങ്ങ് ആറിയിട്ട് കുപ്പിക്കകത്തിട്ടങ്ങ് വെക്കും. അപ്പോൾ ഇത് നമുക്ക് എത്ര നാൾ വേണേലും ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ടൊമാറ്റോ അരച്ചെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഉള്ളിയും കൂടെ ഉള്ള പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ആ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണയും പിന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർത്തു. എന്നിട്ട് ഇതിലേക്ക് അരച്ചെടുത്ത ടൊമാറ്റോ പേസ്റ്റ് ചേർത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ചേർത്തു. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്തു. ഇനിയിപ്പോൾ നല്ലതായിട്ട് അത് തിളച്ചൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത പനീറും കൂടെ ചേർക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് വറുത്തെടുത്തിട്ട് അത് നമുക്കൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് പനീറൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഈ മേത്തി, കസൂരി മേത്തി ഒന്ന് ഞെരടി അതും പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർക്കണം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ പാലിൻ്റെ പാട ചേർത്താലും മതി. പിന്നെ നമ്മൾ ഈ പനീർ കറി ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര കൂടിപ്പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ കറിയുടെ ടേസ്റ്റ് ഫുള്ളായിട്ട് പോകും. എന്നിട്ട് പിന്നെ കുറച്ച് അരിഞ്ഞ് വെച്ച മല്ലിയിലയും കൂടെ ചേർത്തു. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. സൂപ്പർ ടേസ്റ്റി പനീർ ബട്ടർ മസാല റെഡി. അപ്പോൾ ഇനി നമുക്ക് പാൽ പൊറോട്ട ഉണ്ടാക്കാം. അപ്പം മാവ് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം കുറച്ചുകൂടെ മാവ് സോഫ്റ്റ് ആവുമല്ലോ. നമുക്കിതിനെ ഇനി ഒരു 6 ബോൾസായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ എന്നിട്ട് പിന്നെ അതിനെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്ത് നല്ല സ്മൂത്ത് ബോൾസായിട്ട് ഒന്ന് ഉരുട്ടി വെക്കാം. ഇനിയിപ്പോൾ ഓരോ ബോളും ഇച്ചിരി പൊടി തൂകി നന്നായിട്ടങ്ങ് പരത്തി പറ്റുന്നത്രയും തിന്നായിട്ട് നമുക്ക് പരത്താം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുത്തു. എന്നിട്ട് പിന്നെ കുറച്ച് ബട്ടർ, നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പൊടിയും കൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു കട്ട് ചെയ്ത് ഞാനിങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് കുറച്ചുകൂടെ ലെയേഴ്സായിട്ട് വരുമല്ലോ അകത്ത്. അങ്ങനെ അല്ലാതെ നമുക്ക് ഇത് 3ആയിട്ട് ആദ്യം 2ആയിട്ട് മടക്കി പിന്നെ ഒന്നുകൂടെ 2ആയിട്ട് മടക്കി അങ്ങനെ ഒരു ട്രയാങ്കിൾ പറാട്ട ആയിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ പറാട്ട ആയിട്ടുണ്ടാക്കാം. ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് പിന്നെ ആദ്യം ചുരുട്ടി വെച്ചത് എടുത്ത് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് പരത്താം. അപ്പോൾ ഇച്ചിരൂടെ ഈസി ആയിരിക്കും പരത്താൻ. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് പരത്താൻ പറ്റാത്ത പോലെ ഇരിക്കും. ജസ്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാതെ തിരിച്ചിങ്ങോട്ട് വരുന്ന പോലെ ഇരിക്കും. അത് അങ്ങോട്ട് പരത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളത് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് പരത്തുകയാണെങ്കിൽ നല്ലതായിട്ട് പരത്താൻ പറ്റും. അപ്പോൾ ഇപ്പം നമുക്ക് ഇതൊന്ന് ചൂടായ തവയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയിലല്ലേ നമ്മൾ പരത്തിയേക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ പൊറോട്ട വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊങ്ങി വരും. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പൊറോട്ട തന്നെ ഇത്. പക്ഷേ ഞാൻ മൈദ മാത്രം ഇട്ടും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ടേസ്റ്റ് വൈസും പിന്നെ കുറച്ചൊന്ന് തണുത്താൽ അത് ഭയങ്കരമായിട്ട് വലിയുന്ന പോലെ ഒക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് പക്ഷെ നല്ലതായിരുന്നു. നല്ല ടേസ്റ്റുമായിരുന്നു. നല്ല സോഫ്റ്റ് പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പാൽ പൊറോട്ട നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നില്ലെങ്കിൽ ഇടയ്ക്ക് ചപ്പാത്തിക്ക് പകരം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പനീർ ബട്ടർ മസാലയുടെ കൂടെ ഇത് സൂപ്പർ കോമ്പിനേഷന്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോകല്ലേ. പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ പാൽ പൊറോട്ടയും പനീർ ബട്ടർ മസാലയും ഡിന്നറിന്
സെർവ് ചെയ്തു. നിങ്ങളും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.